ഏവർക്കും ജയം ലേൺ സെൻറ്ററിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. +1 ആവശ്യമായ സ്റ്റഡി മെറ്റീരിയൽസിലും പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തതിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കെമിസ്ട്രിയിലെ കാര്യങ്ങൾ, അതിലെ യൂണിറ്റുകൾ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ്. ആദ്യമായി, കെമിസ്ട്രി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് പ്രോപ്പർട്ടീസ്, സ്ട്രക്ചേഴ്സ്, കോമ്പോസിഷൻ ഓഫ് മാറ്റർ. കെമിസ്ട്രി എന്ന് പറയുന്നത് സയൻസിലെ ഒരു ബ്രാഞ്ച്. അത് മാറ്ററിൻ്റെ പ്രോപ്പർട്ടീസും സ്ട്രക്ചറും ഒക്കെയാണ് അതിൽ പ്രധാനമായിട്ടും പറയുന്നത്. കെമിസ്ട്രി തന്നെ പല ബ്രാഞ്ചുകളുണ്ട്. ഇനോർഗാനിക്, ഓർഗാനിക്, ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ട്, പോളിമർ കെമിസ്ട്രി, ബയോ കെമിസ്ട്രി, അങ്ങനെ കുറേ ബ്രാഞ്ചുകൾ കെമിസ്ട്രിയിലുണ്ട്. മാറ്റർ എന്ന് പറയുന്നത്, മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഒക്കുപ്പൈസ് സ്പേസ്. ഏതൊരു വസ്തുവും ഒരു സ്പേസിൽ ഒക്കുപ്പൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് മാറ്റർ എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ദ ഫിസിക്കൽ സ്റ്റേറ്റ്, മാറ്ററിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് വെച്ചിട്ട് നമുക്ക് മാറ്ററിനെ പല കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ്. അതായത് മാറ്റർ സോളിഡ് സ്റ്റേറ്റിൽ കാണാം, ലിക്വിഡ് സ്റ്റേറ്റിൽ കാണും, ഗ്യാസസ് ആയിട്ട് കാണാം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, അങ്ങനെ പല വിധത്തിലും മാറ്റർ കാണപ്പെടുന്നതാണ്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്ററാണ്. മെയിനായിട്ടും ക്ലാസിഫൈ ചെയ്യുന്നത് പ്യുവർ സബ്സ്റ്റൻസ്. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ആ ഒരു പാർട്ടിക്കിൾ പറയുമ്പോൾ ആ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ മാത്രമേ അതിൽ കാണുകയുള്ളൂ. അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു, ഒറ്റ പാർട്ടിക്കിൾ മാത്രമോ അല്ലെങ്കിൽ ഒറ്റ എലമെൻറ്റ് മാത്രമായിട്ട് എടുക്കുക. സോഡിയം, പൊട്ടാസ്യം, ഹൈഡ്രജൻ, ഓക്സിജൻ, കെയിൻ ഷുഗർ, അമോണിയ, ഇവയൊക്കെ പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിളാണ്. അതായത് എലമെൻസും കോമ്പൗണ്ട്സൊക്കെ പ്യുവർ സബ്സ്റ്റൻസാണ്. എലമെൻസ് എന്ന് പറയുന്നത്, elements are pure substances which contain only one type of particles. എലമെൻ്റ് പറയുന്നത് ഒറ്റ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ മാത്രമേ അതിലുണ്ടാവുന്നു. ഇപ്പോൾ കെമിസ്ട്രിയിലെ എലമെൻറ്റ്സ് മെയിനായിട്ട് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് സോഡിയം, പൊട്ടാസ്യം, ലിഥിയം, കാൽസ്യം, ഇതൊക്കെ എലമെൻറ്റ്സിന് ഉദാഹരണമാണ്. കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഈ എലമെൻറ്റ്സ് കൂടി ചേർന്നുണ്ടാവുന്നതാണ് കോമ്പൗണ്ട്സ്. കോമ്പൗണ്ട്സും പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിളാണ്. മിക്സ്ചർ എന്ന് പറയുന്നത് മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ്, അതായത് ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് കൂടി ചേർന്നതിനാണ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. അതിൽ സൊല്യൂഷൻസ് എക്സാമ്പിളാണ്, ഗോൾഡ് ഓർണമെൻറ്റ്സിൽ എക്സാമ്പിളാണ്. കാരണം ഗോൾഡ് മെറ്റലിൽ വേറുള്ള മെറ്റൽസ് അതിലുണ്ടാവും. സീ വാട്ടർ, പല കമ്പൗണ്ട്സ് അടങ്ങിയതാണ് സീ വാട്ടർ. മഡി വാട്ടർ, ചളിവെള്ളം, അതിൽ കുറേ കമ്പൗണ്ട്സ് അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം മിക്സേഴ്സിന് എക്സാമ്പിളാണ്. മിക്സർ തന്നെ രണ്ട് വിധത്തിൽ ക്ലാസിഫൈ ചെയ്യാം: ഹോമോജീനിയസ് മിക്സറും ഹെട്രോജീനിയസ് മിക്സറും. ഹോമോജീനിയസ് മിക്സർ എന്ന് പറയുന്നത് ആ മിക്സറിലെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിരിക്കും. യൂണിഫോം കോമ്പോസിഷൻ ത്രൂ ഔട്ട് ആർ കോൾഡ് ഹോമോജീനിയസ് മിക്സർ. അതുപോലെ മറ്റൊരു മിക്സറിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഹെട്രോജീനിയസ് മിക്സർ. ഹെട്രോജീനിയസ് മിക്സർ എന്ന് പറയുന്നത് ആ മിക്സറിലെ ഡിഫറെൻറ്റ് കോമ്പോസിഷൻ അറ്റ് ഡിഫറെൻറ്റ് പാർട്സ്, അതായത് ഓരോ സ്ഥലത്തും അതിന് ഡിഫറെൻറ്റ് കോമ്പോസിഷൻ ആയിരിക്കും. ഉദാഹരണത്തിന് സീ വാട്ടറിൻ്റെ ഒരു സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പല ഭാഗത്തും പല പ്രോപ്പർട്ടീസുള്ള വസ്തുക്കളായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് അത് ഹെട്രോജീനിയസ് മിക്സറാണ്. അടുത്ത് മാസും വെയ്റ്റിനെ കുറിച്ചും പറയാം. മാസ് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ എ ബോഡി. ഒരു ബോഡിയിൽ അടങ്ങിയിട്ടുള്ള കണ്ടൻറ്റ് എത്രയാണോ അതിനാണ് മാസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അത് മാസ് എവിടെ ആണെങ്കിലും കോൺസ്റ്റൻ്റ് ആയിരിക്കും. SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം. വെയ്റ്റ് എന്ന് പറയുന്നത് ആ മാസിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയാണ് വെയ്റ്റ് എന്ന് പറയുന്നത്. വെയ്റ്റ് ഒരു വേരിയബിൾ ക്വാണ്ടിറ്റി, അതായത് ഇപ്പോൾ മൂണിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്ലാനറ്റിലോട്ട് പോകുമ്പോൾ
വെയിറ്റ് വേരി ചെയ്യും. അവിടുത്തെ ഗ്രാവിറ്റിക്ക് അനുസരിച്ച് വെയിറ്റ് വേരി ചെയ്യുന്നതാണ്. വെയിറ്റിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ. അടുത്തതായി വോളിയം. വോളിയം സ്പേസ് ഓക്യുപ്പൈഡ് ബൈ എ ബോഡി. ഒരു ബോഡി എത്ര സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നുള്ളതിനാണ് വോളിയം എന്ന് പറയുന്നത്. വോളിയത്തിൽ മെയിനായിട്ട് യൂണിറ്റുകൾ മീറ്റർ ക്യൂബ്, cm3, ലിറ്റർ, അങ്ങനെ പല യൂണിറ്റുകളുണ്ട്. അടുത്തതായി ഡെൻസിറ്റി എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് മാസ് ടു വോളിയം. മാസ് ബൈ വോളിയത്തിനാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. SI യൂണിറ്റ് എന്നുള്ളത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അടുത്തതായി ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഈസ് ദ മെഷർ ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ്. ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റുകൾ കെൽവിൻ, ഫാരൻഹീറ്റ്. SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിനാണ്. പിന്നെ ഡിഗ്രി സെൽഷ്യസും ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റാണ്. ഇത് കൺവേർഷൻ ഫോർമുലയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് 9/5 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32. അതുപോലെ കെൽവിൻ എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273. അതായത് ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് കെൽവിനിലോട്ട് മാറ്റണമെങ്കിൽ ഡിഗ്രി സെൽഷ്യസിനോട് 273 ആഡ് ചെയ്യുക. അടുത്ത് പറയുന്നത് പ്രിസിഷനും അക്യുറസിയെ കുറിച്ചാണ് പറയുന്നത്. പ്രിസിഷൻ, ഒരു മെഷർമെൻ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ പ്രിസിഷൻ എന്ന് പറയുന്നത് ക്ലോസ്നെസ് ഓഫ് വേരിയസ് മെഷർമെൻറ്റ്സ് ടു ദ സെയിം ക്വാണ്ടിറ്റി. ഉദാഹരണത്തിന് ഇപ്പോൾ ട്രൂ വാല്യൂ, ഒരു മെഷർമെൻറ്റിന് ട്രൂ വാല്യൂ എന്ന് പറയുന്നത് 4.6 ആണെങ്കിൽ എടുക്കുന്ന മെഷർമെൻറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂസ് അതിനോട് അടുത്തുള്ള വാല്യൂസാണ് കിട്ടുന്നതെങ്കിൽ അത് പ്രിസൈസ് ആണ്. അക്യുറേറ്റ് ആണ് എന്ന് പറയുന്നതെങ്കിൽ പ്രിസിഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും കുറേ മെഷർമെൻറ്റ്സ് എടുക്കുമ്പോൾ ആ മെഷർമെൻറ്റ്സ് എല്ലാം ഒരു വാല്യൂവിലോട്ട് സൂചിപ്പിക്കുന്നത്, അതിനാണ് പ്രിസൈസ് എന്ന് പറയുന്നത്. അക്യുറസി എന്ന് പറയുന്നത് എഗ്രിമെൻ്റ് ഓഫ് എ പാർട്ടിക്കുലർ വാല്യൂ ടു ദ ട്രൂ വാല്യൂ. ട്രൂ വാല്യൂവിനോട് അടുത്ത് നിൽക്കുന്ന വാല്യൂ ഉണ്ടെങ്കിലാണ് അതിനെ അക്യുറേറ്റ് ആണെന്ന്, മെഷർമെൻറ്റ് അക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റുന്നത്. അടുത്തതാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് മീനിങ്ഫുൾ ഡിജിറ്റ്സ് വിച്ച് നോൺ വിത്ത് എ സെർട്ടൈനിറ്റി. അത് ഒരു സെർട്ടൈനിറ്റി പറയുന്നതിന് വേണ്ടിയാണ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ഉപയോഗിക്കുന്നത്. അതിന് കുറച്ച് റൂൾസ് ആണ് ഇവിടെ പറയുന്നത്. സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സിന് വേണ്ടിയുള്ള ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. സീറോ അല്ലാത്ത എല്ലാ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 285 സെൻറ്റിമീറ്റർ, ഇതിൽ 2, 8, 5 മൂന്നും സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ആണ്. അതുപോലെ 0.25 എന്ന് പറയുന്നത് 2, 5 സീറോ അല്ലാത്ത ഡിജിറ്റ്സ് 2, 5 സിഗ്നിഫിക്കൻ്റ് ആണ്. ഇനി അടുത്ത റൂൾ എന്ന് പറയുന്നത് സീറോസ് പ്രിസീഡിങ് ടു ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. അതായത് ഫസ്റ്റ് നോൺ സീറോ ആ തുടക്കത്തിൽ സീറോ വന്നെന്ന് കരുതി അത് സിഗ്നിഫിക്കൻ്റ് ആവില്ല. നോൺ സീറോ ഡിജിറ്റിന് മുമ്പുള്ള ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിന് മുമ്പുള്ള സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 0.03 എന്നുള്ളതിൽ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് എന്ന് പറയുന്നത് 3, അതിന് മുമ്പുള്ള സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ ഇവിടെ ആകെ ഒറ്റ സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റേ ഉള്ളൂ. അടുത്ത തേർഡ് റൂൾ എന്ന് പറയുന്നത് നോൺ സീറോ ഡിജിറ്റ്സിന് ഇടയിലുള്ള സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് 2.005 എന്നുള്ളതിൽ 2ക്കും 5നും ഇടയിലുള്ള സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ അത് ഇവിടെ ടോട്ടൽ 4 സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ് ഉണ്ട്. അടുത്തത് സീറോസ് അറ്റ് ദ എൻഡ് ഓർ റൈറ്റ് ഓഫ് എ നമ്പർ ആർ സിഗ്നിഫിക്കൻ്റ് ഇഫ് ദേ ആർ on the right side of the decimal point. ഡെസിമൽ പോയിൻറ്റിൻ്റെ റൈറ്റ് സൈഡിലുള്ള സീറോസ് അത് സിഗ്നിഫിക്കൻ്റ് ആണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 0.2 അതിന് ശേഷം വരുന്ന സീറോസ് ഡെസിമൽ പോയിൻറ്റ്
അതിനുശേഷം ഒരു നോൺ സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ് വന്നു, അതിന് ശേഷമുള്ള സീറോസ് അത് സിഗ്നിഫിക്കൻ്റ്. അപ്പോൾ ഇവിടെ ടോട്ടൽ 3 സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ്സ് ഉണ്ട്. അതുപോലെ എക്സാക്റ്റ് നമ്പർ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 അല്ലെങ്കിൽ 20, അതിനൊക്കെ കാരണം ആ വാല്യൂ കറക്റ്റ് 2 ആണ് അല്ലെങ്കിൽ കറക്റ്റ് 20 ആണ്. അതുകൊണ്ട് അതിന് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ്സ് ഉണ്ട്. അതുപോലെ വെൻ നമ്പേഴ്സ് ആർ റിട്ടൺ ഇൻ സയൻറ്റിഫിക് നൊട്ടേഷൻ ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ബിറ്റ്വീൻ 1 and 10 ഗീവ്സ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ്സ്. സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ്സ് കാണാനുള്ള മറ്റൊരു മെത്തേഡാണ് സയൻറ്റിഫിക് മെത്തേഡ്. സയൻറ്റിഫിക് നൊട്ടേഷനിൽ ആ നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ 401 ആണെങ്കിൽ 401 ആണെങ്കിൽ അതിനെ 4.01 × 10². അതായത് 0 to 10 വരെയുള്ള ഒരു സംഖ്യയും 10ൻ്റെ പവർ വെച്ചുള്ള സംഖ്യയും വെച്ച് അതിനെ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന അതിൽ 10ൻ്റെ പവർ മാറ്റി നിർത്തിയിട്ട് കിട്ടുന്ന സംഖ്യകളിൽ എത്ര സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ് ഉണ്ടോ അത്രയും സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റുകൾ ആ സംഖ്യക്കുണ്ടാവും. അടുത്തതായിട്ട് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. കെമിക്കൽ കോമ്പിനേഷൻസിലുള്ള കുറച്ച് ലോസ് പരിചയപ്പെടാം. അത് ഒന്നാമതായിട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത് മാറ്റർ ക്യാൻ ബി നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. മാറ്റർ ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ കഴിയില്ല. ബട്ട് വി ക്യാൻ ഓൺലി കൺവേർട്ട് ഫ്രം വൺ ഫോം ഓഫ് മാറ്റർ ഇൻ ടു അനദർ ഫോം. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് അത് മാറ്റാനേ കഴിയുള്ളൂ. അല്ലാതെ മാറ്ററിനെ ഒരിക്കലും ഡിസ്ട്രോയ് ചെയ്യാനോ ക്രിയേറ്റ് ചെയ്യാനോ നമുക്ക് സാധിക്കുന്നതല്ല. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇപ്പോൾ ഇവിടെ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. 2H2 + O2 gives 2H2O. അതായത് ഇവിടെ 4 gram H2 combines with 32 gram of oxygen to form 36 gram of water. അതായത് ഇവിടെ മാറ്റർ 4 gram H2 32 gram O2, അത് രണ്ടും 2H2 ഉണ്ടായി. ഒരു H2Oൻ്റെ മാസ് എന്ന് പറയുന്നത് 18 gram. അപ്പോൾ ഇവിടെ 2H2O, ഇത് മോൾ 2 mol H2 and 1 mol oxygen gives 2 mol H2O. 2 mol H2O 36 gram, 4 gram ഹൈഡ്രജനും 32 gram ഓക്സിജൻ, ടോട്ടൽ ഗീവ്സ് 36. അപ്പോൾ ഇവിടെ റിയാക്റ്റൻസ് 32 gram പ്രോഡക്റ്റും റിയാക്റ്റൻസ് 36 gram പ്രോഡക്ട്സും 36 gram, അത് രണ്ടും ഈക്വലാണ്. ഒരിക്കലും മാസ് മാറില്ല. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അടുത്തതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് സെർട്ടൻലി എക്സാക്ട്ലി ദ സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെൻറ്റ്സ് ബൈ വെയ്റ്റ്. അതായത് എപ്പോഴും ഒരു കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുകയാണെങ്കിൽ അതിൽ പല മെത്തേഡ് വെച്ചും കാർബൺ ഡൈ ഓക്സൈഡ് ക്യാൻ ബി ഫോംഡ് ഇൻ അറ്റ്മോസ്ഫിയർ ബൈ വേരിയസ് മെത്തേഡ്സ്. എങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്താലും അതിലെ മാസ് റേഷ്യോ, കാർബണിൻ്റെ മാസ് ടു ഓക്സിജൻ്റെ മാസ് റേഷ്യോ എപ്പോഴും സെയിം ആയിരിക്കും. അതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ആ പ്രൊപ്പോർഷൻ ഓഫ് മാസ് എപ്പോഴും സെയിം ആയിരിക്കും. അടുത്താണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് if two elements can combine to form more than one compound, the different masses of one of the elements that combine with a fixed mass of the other element are in small whole number ratio. എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ് വാട്ടർ. ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ആൾസോ ഗീവ്സ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇവിടെ ഹൈഡ്രജൻ്റെ മാസ് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ അത് എത്ര റിയാക്റ്റൻസ് ഉണ്ട്, അതിൽ ഒന്നിൻ്റെ മാസ് ഫിക്സ്ഡ് ആയിട്ട് വെക്കുക. ഹൈഡ്രജൻ്റെ മാസ് ഇവിടെ ഫിക്സ്ഡ് ആണ് 2 gram. അപ്പോൾ ആ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുമ്പോൾ ഓക്സിജൻ്റെ മാസുകളുടെ റേഷ്യോ എടുക്കുക. ഓക്സിജൻ്റെ മാസുകളുടെ റേഷ്യോ എന്ന് പറയുന്നത്
16:32, അതായത് 1:2. അതെപ്പോഴും ഒരു വോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. അതായത് ഒരു എലമെൻറ്റിൻ്റെ മാസ് ഫിക്സ്ഡ് ആക്കി വെച്ച് ഓക്സിജൻ്റെ മാസ് എടുക്കുമ്പോൾ ആ എലമെൻറ്റിൻ്റെ മാസുകൾ തമ്മിലുള്ള റേഷ്യോ ഫിക്സ്ഡ് ആയിരിക്കും. അതായത് ഇവിടെ ഓക്സിജൻ 16 ഗ്രാം, ഇവിടെ 32 ഗ്രാം. മാസുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:2. ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അടുത്താണ് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗ്യാസിയസ് വോളിയംസ്. ഗ്യാസിയസ് വോളിയംസ് പറയുന്നത് വെൻ ഗ്യാസസ് കമ്പൈൻ ടു ഫോം ഗ്യാസസ് പ്രോഡക്ട്സ് their volumes are in simple whole number ratio at constant temperature and pressure. അതായത് ഗ്യാസസിന് അപ്ലൈ ചെയ്യുന്ന ലോ ആണ്. ഗ്യാസസ് പ്രോഡക്ട്സ് ഉണ്ടാവാൻ വേണ്ടി കമ്പൈൻ ചെയ്യുമ്പോൾ അവരുടെ വോളിയംസ് ആർ ഇൻ സിമ്പിൾ വോൾ നമ്പർ റേഷ്യോ. അവരുടെ വോളിയംസ് എന്ന് പറയുന്നത് സിമ്പിൾ വോൾ നമ്പർ റേഷ്യോ ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്യുന്നതാണെങ്കിൽ H2O ഉണ്ടാകുന്നത് 2 ഹൈഡ്രജൻ, 2 മോളിക്യൂൾ ഓഫ് ഹൈഡ്രജൻ, 1 മോളിക്യൂൾ ഓഫ് ഓക്സിജൻ ഗീവ്സ് 2 മോളിക്യൂൾ ഓഫ് H2O. അതായത് എപ്പോഴും അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും എടുക്കുമ്പോൾ ഹൈഡ്രജൻ്റെ 2 വോളിയം വേണ്ടി വരും. വോളിയം എത്രയാണോ ആ ടെമ്പറേച്ചറിലും കോൺസ്റ്റൻറ്റിലും എത്ര വോളിയമാണോ ആ 2 വോളിയം ഓഫ് ഹൈഡ്രജൻ വേണ്ടി വരും. ഓക്സിജൻ്റെ 1 വോളിയം, അതുപോലത്തെ 1 വോളിയം മതി. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ടു ഓക്സിജൻ റേഷ്യോ എപ്പോഴും H2O ഫോം ചെയ്യുന്ന റിയാക്ഷനിൽ എപ്പോഴും ഹൈഡ്രജൻ ടു ഓക്സിജൻ്റെ വോളിയം റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആയിരിക്കും. അത് നമുക്ക് കെമിക്കൽ ഇക്വേഷൻ നോക്കി പറയാവുന്നതാണ്. അടുത്താണ് അവഗാഡ്രോസ് ലോ. It states that equal volumes of all gases at the same temperature and pressure should contain equal number of moles or molecules. അതായത് ഏതൊരു കോമ്പൗണ്ടും ഈക്വൽ വോളിയം എടുത്താൽ ആ കോമ്പൗണ്ടോ അല്ലെങ്കിൽ എലമെൻസിനുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് കോമ്പൗണ്ട്സ് ഈക്വൽ വോളിയത്തിൽ ഈക്വൽ നമ്പർ ആയിരിക്കും. അതായത് ഈക്വൽ വോളിയം ഓഫ്, ഇപ്പോൾ നമ്മൾ ഇഫ് വി ടേക്ക് 10 ലിറ്റർ ഈച്ച് ഓഫ് NH3, അമോണിയ, നൈട്രജൻ, ഓക്സിജൻ എല്ലാം 10 ലിറ്റർ വീതം എടുക്കുകയാണെങ്കിൽ ഓൾ ഓഫ് ദം കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് മോൾസ് ഓർ മോളിക്യൂൾസ്. എല്ലാത്തിലും സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് ഉണ്ടാവുക. അടുത്തതായി ഡാൾട്ടൻസ് അറ്റോമിക് തിയറി പരിചയപ്പെടാം. The term atom was first used by John Dalton. ആറ്റം എന്നുള്ള വേർഡ് ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ഡാൾട്ടൺ ആയിരുന്നു. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇൻഡിവിസിബിൾ, ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനം ആയിട്ടായിരുന്നു ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രൊപ്പോസൽസ് എന്ന് പറയുന്നത് ഒന്നാമതായി മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് ആൻഡ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. മാറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആറ്റം ഈസ് മെയ്ഡ് അപ്പ് ഓഫ്, കറക്ഷൻ ഉണ്ട്, ആറ്റം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് ആൻഡ് ഇൻഡിവിസിബിൾ. അവളുടെ മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് ആൻഡ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ. മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ആറ്റംസ് എന്നുള്ള പാർട്ടിക്കിൾ കൊണ്ടാണ്. രണ്ടാമത്തത് ആറ്റംസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ആറ്റംസ് ഒരിക്കലും ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റുന്നതല്ല. അടുത്തതായിട്ട് ആറ്റംസ് ഓഫ് സെയിം എലമെൻ്റ് ആർ ഐഡൻറ്റിക്കൽ ഇൻ ദെയർ പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്. ഒരു സെയിം എലമെൻ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആറ്റംസ് എപ്പോഴും ഒരുപോലെ ആയിരിക്കും, അതിൻ്റെ പ്രോപ്പർട്ടീസിലും മാസിലും എല്ലാം ഒരുപോലെ ആയിരിക്കും. ബട്ട് വൈൽ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഹാവ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്. ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ അതിന് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ആറ്റംസ് കമ്പൈൻ ടു, നാലാമത്തെ പ്രൊപ്പോസൽ എന്ന് പറയുന്നത് ആറ്റംസ് കമ്പൈൻ ടു ഫോം കോമ്പൗണ്ട് ആറ്റംസ് കോൾഡ് മോളിക്യൂൾസ്. ആറ്റം കമ്പൈൻ ചെയ്യുന്നത് കോമ്പൗണ്ടുകൾ ഉണ്ടാകുന്നു, അതിനെയാണ് മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്. അടുത്ത് അഞ്ചാമതായി ഡാൾട്ടൺ പ്രൊപ്പോസ് ചെയ്ത് വെൻ ആറ്റംസ് കമ്പൈൻ
they do in a fixed ratio by mass. ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോൾ അവരുടെ മാസ് തമ്മിലുള്ള റേഷ്യോ എപ്പോഴും സെയിം ആയിരിക്കും. അപ്പോൾ ഡാൾട്ടൺസ് തിയറി കുഡ് എക്സ്പ്ലെയിൻ ദ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഡാൾട്ടൻ്റെ തിയറി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു. ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എലമെൻറ്റ്. ഒരു എലമെൻറ്റിൻ്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിളാണ് ആറ്റം എന്ന് പറയുന്നത്. ആൻഡ് മോളിക്യൂൾസ് ആർ ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിൻ്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിളിനെയാണ് മോളിക്യൂൾ എന്ന് പറയുന്നത്. ഒരു മോളിക്യൂളിന് എ മോളിക്യൂൾ ഹാസ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. ഒരു മോളിക്യൂളിന് അതിൻ്റെ സബ്സ്റ്റൻസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടാവും. ഇനി ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് ആണ് പറയുന്നത്. ഒരു മോളിക്യൂളിലുള്ള ആറ്റംസിനെ ബേസ് ചെയ്തിട്ട് ആ മോളിക്യൂളിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാറ്റഗറീസ് ഉണ്ട്. ഒന്നാമത് ഹോമോ ന്യൂക്ലിയർ മോളിക്യൂൾ ആൻഡ് ഹെട്രോ ന്യൂക്ലിയർ മോളിക്യൂൾ. ഹോമോ ന്യൂക്ലിയർ മോളിക്യൂൾ എന്ന് പറയുന്നത് വൺ ടൈപ്പ് ഓഫ് ആറ്റം മാത്രമേ ആ മോളിക്യൂളിൽ ഉണ്ടാവുള്ളൂ. ഉദാഹരണത്തിന് H2O2 N2. H2ൽ ഹൈഡ്രജൻ ആറ്റംസ് മാത്രമേ ഉള്ളൂ, O2ൽ ഓക്സിജൻ ആറ്റംസ് മാത്രമേ ഉള്ളൂ. അതിനാണ് ഹോമോ ന്യൂക്ലിയർ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അതുപോലെ ഹെട്രോ ന്യൂക്ലിയർ മോളിക്യൂൾസ് എന്ന് പറയുന്നത് അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് ഉണ്ടാകും. ഉദാഹരണത്തിന് CO2 H2O. CO2ൽ കാർബൺ ആറ്റം ഉണ്ട്, ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. H2Oയിൽ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്, ഓക്സിജൻ ആറ്റം. അതുപോലെ ഡിഫറെൻറ്റ് ആറ്റംസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് അതിൽ കാണാവുന്നതാണ്. അടുത്തതായുള്ളതാണ് ഹെട്രോ ന്യൂക്ലിയർ മോളിക്യൂൾസ്. ഇവിടെ പരിചയപ്പെട്ടു. അടുത്തതായി മോണോ അറ്റോമിക് മോളിക്യൂൾസ്. മോണോ അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി വൺ ആറ്റം. അതായത് ഒറ്റ ആറ്റം മാത്രമായിട്ട് മോളിക്യൂൾ ഉണ്ടാകുന്നതിനാണ് മോണോ അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് എല്ലാ മെറ്റൽസും അറ്റോമിക് മോളിക്യൂൾസിന് ഉദാഹരണമാണ്. നോബിൾ ഗ്യാസസ് ലൈക്ക് ഹീലിയം, നിയോൺ, ആർഗൺ. ഹീലിയം, നിയോൺ, ആർഗൺ നോബിൾ ഗ്യാസസ്. അത് സിംഗിൾ ആറ്റത്തിൽ തന്നെ ആറ്റം ആകുമ്പോൾ തന്നെ അത് സ്റ്റേബിൾ ആയതുകൊണ്ട് അത് മോണോ അറ്റോമിക് മോളിക്യൂൾസാണ്. അത് ഡൈ അറ്റോമിക് മോളിക്യൂൾസ്. ഡൈ അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഒരു മോളിക്യൂൾ തന്നെ രണ്ട് ആറ്റം ഉണ്ടാവും. ഉദാഹരണത്തിന് ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ എക്സെട്ര. അങ്ങനെ ഹാലജൻസ്, ഇതൊക്കെ ഡൈ അറ്റോമിക് മോളിക്യൂൾസിന് എക്സാമ്പിളാണ്. അടുത്തതായി പോളി അറ്റോമിക് മോളിക്യൂൾസ്. പോളി അറ്റോമിക് മോളിക്യൂൾസ് കണ്ടെയ്ൻ മോർ ദാൻ 2 ആറ്റംസ്. അതായത് ഒരു മോളിക്യൂൾ എടുക്കുമ്പോൾ അതിൽ 2ൽ കൂടുതൽ ആറ്റംസ് ഉള്ളതിനാണ് പോളി അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അടുത്തതായി അറ്റോമിക് മാസ്. അറ്റോമിക് മാസ് ഓഫ് ആൻ എലമെൻറ്റ് ഈസ് എ number that expresses how many times the mass of an atom of the element is greater than 1/12 of the mass of a carbon 12 atom. അതായത് ഒരു ഒറ്റ കാർബൺ 12 ആറ്റം എടുക്കുക, അതിനെ 12 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ആ 12 പാർട്സിൽ ഒരു പാർട്ട് അതിൻ്റെ മാസ് എത്രയാണോ അതാണ് ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ള എലമെൻസിൻ്റെ അറ്റോമിക് മാസ്, ഉദാഹരണത്തിന് ഓക്സിജൻ 16 ആണെന്ന് പറയുന്നത് ഈ കാർബൺ 12ൻ്റെ 1/12 16 ഇരട്ടി മാസ് ഓക്സിജനുണ്ട്. അതുകൊണ്ടാണ് ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16 എന്ന് പറയുന്നത്. അങ്ങനെ ഓരോന്നും അറ്റോമിക് മാസ് ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇവിടെ അതിൻ്റെ യൂണിറ്റായി എടുത്തിരിക്കുന്നത് കാർബൺ 12 ആറ്റത്തിൻ്റെ 1/12 ഓഫ് മാസാണ്. അതുപോലെ അറ്റോമിക് മാസ് യൂണിറ്റ്
അറ്റോമിക് മാസ് യൂണിറ്റ് എടുക്കുന്നത് 1/12 ഓഫ് ദ മാസ് ഓഫ് എ കാർബൺ 12 ആറ്റം. അതിനാണ് അറ്റോമിക് മാസ് യൂണിറ്റ്. അതായത് ആറ്റത്തിൻ്റെ മാസ് മെഷർ ചെയ്യുന്ന യൂണിറ്റാണ് അറ്റോമിക് മാസ് യൂണിറ്റ്. 1 AMU = 1/12 ഓഫ് മാസ് ഓഫ് എ കാർബൺ 12 ആറ്റം. കാർബൺ 12 ആറ്റം മാസിൻ്റെ 1/12 എത്രയാണോ അതാണ് 1 AMU. AMUയുടെ യൂണിറ്റ് ഗ്രാമിലും പറയുന്നതാണ്. 1.66 × 10⁻⁻24 ഗ്രാം അല്ലെങ്കിൽ 1.66 × 10⁻⁻27 കിലോഗ്രാം. അടുത്തതായി ആവറേജ് അറ്റോമിക് മാസ്. ആവറേജ് അറ്റോമിക് മാസ് എടുക്കാൻ കാരണം ഓൾമോസ്റ്റ് ഓൾ ദ എലമെൻറ്റ്സ് ഹാവ് ഐസോട്ടോപ്സ്. ഏകദേശം എല്ലാ എലമെൻറ്റ്സിനും ഐസോട്ടോപ്സ് ഉണ്ട്. അതുകൊണ്ട് ഐസോട്ടോപ്സ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് ഡിഫറെൻറ്റ് മാസ് ആയിരിക്കും. ഓരോ എലമെൻറ്റിൽ തന്നെ ഐസോട്ടോപ്പുകൾക്ക് ഡിഫറെൻറ്റ് മാസുകളായിരിക്കും. അപ്പോൾ അതിൻ്റെ അറ്റോമിക് മാസ് എടുക്കാൻ ആവറേജ് അറ്റോമിക് മാസാണ് എടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ക്ലോറിൻ ആസ് 2 isotopes, ക്ലോറിൻ 35 ആൻഡ് ക്ലോറിൻ 37 ഇൻ ദ റേഷ്യോ 3:1. അതായത് ക്ലോറിൻ 35 ക്ലോറിൻ 37 3:1 എന്നുള്ള റേഷ്യോയിലാണുള്ളത്. അപ്പോൾ അതിൻ്റെ ആവറേജ് അറ്റോമിക് മാസ് എടുക്കണമെങ്കിൽ 3 × ക്ലോറിൻ 35ൻ്റെ മാസ് പ്ലസ് 1 × ക്ലോറിൻ 37ൻ്റെ മാസ് ഡിവൈഡ് ബൈ 1 + 3 = 4. ദാറ്റ് ഈസ് മാസ് ഈസ് 35.5. അങ്ങനെയാണ് ഓരോ ആറ്റത്തിൻ്റെയും മാസ് എടുക്കുമ്പോൾ അതിൻ്റെ ഐസോട്ടോപ്പുകൾ ഉണ്ടെങ്കിൽ ആവറേജ് അറ്റോമിക് മാസാണ് എടുക്കുന്നത്. അടുത്തതായി മോളിക്കുലർ മാസ്. മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് ഒരു മോളിക്യൂളിൽ ഒരു മോളിക്യൂളിലുള്ള ആറ്റങ്ങളുടെ മാസ് കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ ആഡ് ചെയ്തതിനാണ് മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ H2SO4ൻ്റെ മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറയുന്നത് ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുന്നത് 1, സൾഫർ 32, ഓക്സിജൻ 16. അതുകൊണ്ട് H2SO4ൻ്റെ മാസ് പറഞ്ഞാൽ 2 ഹൈഡ്രജൻ 2 × 1, ഒരു ഓക്സിജൻ 1 × 32, ഒരു സൾഫർ 1 × 32, 4 ഓക്സിജൻ 4 × 16. ദാറ്റ്സ് ആഡ് ടു എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 92 യൂണിഫൈഡ് അറ്റോമിക് മാസ്. അറ്റോമിക് മാസ് യൂണിറ്റിനെ യൂണിഫൈഡ് അറ്റോമിക് മാസ് എന്ന് പറയും. അതാണ് U എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അടുത്തതായി ഫോർമുല മാസ്. അതായത് അയോണിക് കോമ്പൗണ്ട്സുകളിലൊക്കെ ലൈക്ക് NaCl there is no discrete molecules. അതിൽ സെപ്പറേറ്റ് മോളിക്യൂൾസ് നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. Here the positive ions and the negative ions are arranged in a 3-dimensional structure. ഇതിലുള്ള പോസിറ്റീവ് Na+Cl നെഗറ്റീവ് Cl- ഒരു 3D സ്ട്രക്ചറിൽ അറേഞ്ച് ചെയ്തായിരിക്കും. അതുകൊണ്ട് ഇതിൻ്റെ മോളിക്കുലർ മാസ് നേരിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാൽക്കുലേറ്റ് ഓൺലി ഫോർമുല മാസ് ബൈ ടേക്കിംഗ് മോളിക്കുലർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട്. അതിൻ്റെ ഫോർമുല മാസ് എടുക്കാൻ പറ്റുള്ളൂ. അതും ആ കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ ഫോർമുല എടുത്ത് ആണ് അതിൻ്റെ ഫോർമുല മാസ് എടുക്കുന്നത്. അടുത്ത ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മോൾ കൺസെപ്റ്റിനെ കുറിച്ച് പരിചയപ്പെടാം. മോൾ ഈസ് ദ യൂണിറ്റ് ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് ആസ് മെനി ആസ് പാർട്ടിക്കിൾസ് ആസ് ദർ ആർ ആറ്റംസ് ഇൻ എക്സാക്ട്ലി 12 gram കാർബൺ 12 ഐസോട്ടോപ്പ്. അതായത് 12 gram കാർബണിൽ എത്ര കാർബൺ പാർട്ടിക്കിൾ ഉണ്ടോ അത്രയും പാർട്ടിക്കിൾസ് അടങ്ങിയതിനാണ് 1 മോൾ എന്ന് പറയുന്നത്. അത് കാൽക്കുലേഷൻ വെച്ച് ചെയ്ത് നോക്കുമ്പോൾ 1 മോൾ ഓഫ് എനി സബ്സ്റ്റൻസ് കണ്ടെയ്ൻ 6.022 × 10⁻23 ആറ്റംസ്. അതായത് 12 gram കാർബൺ എന്ന് പറയുന്നത് 6.022 × 10⁻23 ആറ്റംസ് ആണ്. അതായത് 6.022 × 10⁻23 ആറ്റംസ് ഉണ്ടെങ്കിൽ അതിനെ 1 മോൾ ഓഫ് സബ്സ്റ്റൻസ് എന്ന് വിളിക്കാം. അതുപോലെ ഈ കോൺസ്റ്റൻറ്റ് നമ്പറിനെ അവഗാഡ്രോ നമ്പർ അല്ലെങ്കിൽ അവഗാഡ്രോ കോൺസ്റ്റൻറ്റ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ N സഫിക്സ്
ക്യാപിറ്റൽ എ ഓർ എൻ സഫിക്സ് സ്മോൾ ലെറ്റർ എ അത് വെച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അടുത്തതായി അപ്പോൾ 1 മോൾ ഓഫ് ഏതൊരു സബ്സ്റ്റൻസ് എടുത്താലും അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവും. അല്ലെങ്കിൽ 1 മോൾ ഓഫ് മോളിക്യൂൾസ് എടുക്കുകയാണെങ്കിൽ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. 1 മോൾ ഓഫ് സോഡിയം ക്ലോറൈഡ് എടുക്കുകയാണെങ്കിൽ 1 മോൾ സോഡിയം അല്ലെങ്കിൽ അവഗാഡ്രോ നമ്പർ ഓഫ് സോഡിയം ക്ലോറൈഡ് ഉണ്ടാവും. അടുത്തതായി മോളാർ മാസ്. മോളാർ മാസ് എന്ന് പറയുന്നത് മാസ് ഓഫ് 1 മോൾ ഓഫ് എ സബ്സ്റ്റൻസ്. അതായത് 1 മോൾ ഓഫ് ആ സബ്സ്റ്റൻസ് എടുക്കുമ്പോൾ അതിന് എത്ര മാസ്സാണോ അതിനാണ് മോളാർ മാസ് എന്ന് പറയുന്നത്. അതും ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് ആ മോളിക്യൂളിൻ്റെ മോളാർ മാസ് എടുക്കുമ്പോൾ അതിനെ ഗ്രാം മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ GMM എന്ന് പറയുന്നു. അതുപോലെ ഗ്രാം അറ്റോമിക് മാസും ഉണ്ട്. ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1 മോൾ ഓഫ് എ ആറ്റം എടുക്കുമ്പോൾ അതിൻ്റെ ഗ്രാം എത്രയാണോ അതിനെ ഗ്രാം അറ്റോമിക് മാസ് അല്ലെങ്കിൽ GAM എന്ന് പറയുന്നു. മോളാർ മാസ് ഓഫ് ഓക്സിജൻ 32 ഗ്രാം. 1 മോൾ ഓഫ് ഓക്സിജൻ എടുക്കുമ്പോൾ അത് 32 ഗ്രാമാണ് വെയിറ്റ്. മോളാർ മാസ് ഓഫ് ഹൈഡ്രജൻ ഈക്വൽ ടു 2 ഗ്രാം. 1 മോൾ ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിൽ അത് 2 ഗ്രാം എക്സെട്ര. ഇങ്ങനെ ഓരോന്നാണ് മോൾ ഡിഫൈൻ ചെയ്യുന്നത്. അടുത്തതായി മോളാർ വോളിയം. മോളാർ വോളിയം എന്ന് പറയുന്നത് 1 മോൾ ഓഫ് ഏത് സബ്സ്റ്റൻസ് എടുത്താലും അതിൻ്റെ വോളിയം എത്രയാണോ അതിനാണ് മോളാർ വോളിയം എന്ന് പറയുന്നത്. അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ മോളാർ വോളിയം ഓഫ് എനി ഗ്യാസ് ഈസ് 22.4 ലിറ്റർ ഓർ 22,400 ml. അതായത് 1 മോൾ ഏത് സബ്സ്റ്റൻസും STPയിൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ എടുക്കുകയാണെങ്കിൽ അത് 22.4 ലിറ്റർ ഉണ്ടാവും. അതായത് 22.4 ലിറ്റർ ഓഫ് എനി ഗ്യാസ് അറ്റ് STP കണ്ടെയ്ൻസ് 1 മോൾ ഓഫ് ഗ്യാസ് ഓർ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് 22.4 ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുന്നത് 1 മോൾ ഹൈഡ്രജൻ ആണ്. STPയിലാണ് ഈ വോളിയം പറയുന്നത്. 1 മോൾ ഹൈഡ്രജൻ കാണും. അത് തന്നെ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണും. അത് തന്നെ ആ 1 മോളിൻ്റെ മാസ് പറഞ്ഞ് 2 ഗ്രാം ഹൈഡ്രജനും കാണും. അതായത് മോള് 22.4 ലിറ്റർ അറ്റ് STP, അവഗാഡ്രോ നമ്പർ 1 മോള്, 1 GMM, 1 ഗ്രാം മോളിക്കുലർ മാസ്, ഓർ 1 ഗ്രാം അറ്റോമിക് മാസ്. ഇതെല്ലാം ഒരു മോളിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അടുത്തതായി പേഴ്സൻറ്റേജ് കോമ്പോസിഷൻ. ഇറ്റ് ഈസ് ദ പേഴ്സൻറ്റേജ് ഓഫ് ഈച്ച് എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ 100 ഗ്രാം ഓഫ് എ സബ്സ്റ്റൻസ്. അതായത് ഏതൊരു സബ്സ്റ്റൻസും 100 ഗ്രാം എടുക്കുക. അതിൽ മാസ് ഓഫ് പേഴ്സൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് ആൻ എലമെൻറ്റ് ഈക്വൽ ടു മാസ് ഓഫ് ദാറ്റ് എലമെൻറ്റ് ഇൻ ദ കോമ്പൗണ്ട് ബൈ മോളാർ മാസ് ഓഫ് ദ കോമ്പൗണ്ട് ഇൻറ്റു 100. അതായത് നമ്മൾ ഒരു കോമ്പൗണ്ടിൻ്റെ ഒരു എലമെൻറ്റിൻ്റെ മാസ് ഓഫ് ദാറ്റ് എലമെൻറ്റ്, ഒരു എലമെൻറ്റിൻ്റെ പേഴ്സൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറയുന്നത് അതിൻ്റെ മാസ് ഡിവൈഡ് ബൈ ആ കോമ്പൗണ്ടിൻ്റെ മോളാർ മാസ് ഇൻറ്റു 100. ഈ പേഴ്സൻറ്റേജ് റെപ്രസെൻറ്റ്സ് ഇപ്പോൾ പേഴ്സൻറ്റേജ് 76% ആണ് ഒരു എലമെൻറ്റിൻ്റെ മാസ് പേഴ്സൻ്റ് ആണെങ്കിൽ 100 ഗ്രാം ആ സബ്സ്റ്റൻസ് എടുത്താൽ അതിൽ 76 ഗ്രാം ആ സബ്സ്റ്റൻസ് ആയിരിക്കും. അതാണ് മാസ് പേഴ്സൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ ചെക്കിങ് ദ പ്യൂരിറ്റി ഓഫ് എ ഗിവൺ സാമ്പിൾ. ഇതെവിടെ ഉപയോഗിക്കുക വെച്ചാൽ ഒരു സാമ്പിളിൽ ആദ്യം ഡിഫൈൻ ചെയ്തൊരു മാസ് പേഴ്സൻ്റ് ആ എലമെൻറ്റിന് കാണും. അതിൽ കൂടുതലോ കുറവോ വരികയാണെങ്കിൽ അത് പ്യൂരിറ്റി കുറവാണെന്ന് പറയാം. അടുത്തതായി എംപിരിക്കൽ ആൻഡ് മോളിക്കുലാർ ഫോർമുല. Empirical formula is the simplest formula which gives only the ratio of different elements present in the compound. But molecular formula is the actual formula that gives exact number of different elements present in the sample. ഇത് ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എംപിരിക്കൽ ഫോർമുല ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് CH2 ആണ്. എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കോമ്പൗണ്ടിലെ ഏതെല്ലാം എലമെൻറ്റ്സ് ഉണ്ടോ ആ എലമെൻറ്റ്സൊക്കെ ഒറ്റ ഇതായി റെപ്രസെൻ്റ് ചെയ്യുക. അതായത്
അപ്പോൾ CH2O. ശരിക്കും ഗ്ലൂക്കോസിൽ 6 കാർബൺ 12 ഹൈഡ്രജൻ 6 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ എല്ലാത്തിലും 6 കോമൺ ആണ്. അപ്പോൾ അതിനൊരു CH2Oൻ്റെ ഒരു CH2Oയുടെ മൾട്ടിപ്പിൾ ആയിട്ടാണ് അതിൻ്റെ മോളിക്കുലർ ഫോർമുല ഉണ്ടാവുക. അതിൻ്റെ എംപിരിക്കൽ ഫോർമുല പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുക, കോമൺ ഫാക്ടർ വെച്ച് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന കോമ്പൗണ്ടിനാണ് എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് C6H12O6. മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് C6H12O6 ആയിരിക്കും. പക്ഷേ അതിൽ 6 കോമൺ ആയിട്ട് വരുന്നു. അപ്പോൾ 6 ഡിവൈഡ് ചെയ്ത് 6 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് CH2O. അടുത്തതായി സ്റ്റോഷിയോമെട്രി ആൻഡ് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസ്. സ്റ്റോഷിയോമെട്രി എന്ന് പറയുന്നത് എലമെൻറ്റിനെ മെഷർ ചെയ്യുക. കാൽക്കുലേഷൻ ഇൻവോൾവിങ് മാസസ് ഓർ ദ വോളിയൂംസ് ഓഫ് റിയാക്റ്റൻസ് ആൻഡ് ദ പ്രോഡക്ട്സ്. അതായത് ഒരു റിയാക്ഷൻ നടക്കുമ്പോഴുള്ള റിയാക്റ്റൻസിൻ്റെയോ അല്ലെങ്കിൽ പ്രോഡക്ട്സിൻ്റെയോ മാസ്, വോളിയം ഇവയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത്. അടുത്തതായി കെമിക്കൽ ഇക്വേഷൻ. ഒരു കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ബൈ സിമ്പിൾസ് ആൻഡ് ഫോർമുല. ഒരു കെമിക്കൽ റിയാക്ഷനെ സിമ്പിൾസും ഫോർമുലയും വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നതിനാണ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഹിയർ റിയാക്റ്റൻസ് ആർ റിട്ടൺ ഇൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഉദാഹരണത്തിന് (2H2 plus O2 gives 2H2O. ഇവിടെ ഇതാണ് റിയാക്റ്റൻസ് 2H2O2. ഇത് ലെഫ്റ്റ് സൈഡിൽ എഴുതി gives 2H2O. അത് റൈറ്റ് സൈഡിലും എഴുതി പ്രോഡക്ട്സ്. എ കെമിക്കൽ ഇക്വേഷൻ ഷുഡ് ബി ബാലൻസ്ഡ്. ഏതൊരു കെമിക്കൽ ഇക്വേഷനും ബാലൻസ്ഡ് ആയിരിക്കണം ഇക്വേഷൻ എഴുതുമ്പോൾ. ആൻഡ് റിയാക്ഷൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും സ്റ്റേറ്റ് സോളിഡ് ആണോ ലിക്വിഡ് ആണോ ഗ്യാസ് ആണോ അത് ബ്രാക്കറ്റിൽ സ്പെസിഫൈ ചെയ്തിട്ട് വേണം. ഒരു കെമിക്കൽ റിയാക്ഷൻ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവും. ആൻ ഐഡിയ അബൌട്ട് ദ റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ് ആൻഡ് ദെയർ ഫിസിക്കൽ സ്റ്റേറ്റ്സ്. ഏതൊക്കെ റിയാക്ഷൻസ് ആണ് പ്രോഡക്ട്സ് ആണ് അതിലുണ്ടാകുന്നതും പിന്നെ അതിൻ്റെ ഓരോന്നിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റ്സും നമുക്ക് മനസ്സിലാവും. ഐഡിയ അബൌട്ട് ദ മാസസ് ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ്. റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്ട്സിൻ്റെയും മാസസ് കിട്ടും. അതുപോലെ നമ്പർ ഓഫ് മോൾസ് ആൻഡ് മോളിക്യൂൾസ് ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ്. എത്ര മോളാണ് റിയാക്റ്റൻസും പ്രോഡക്ട്സും ഉള്ളതും കിട്ടും. അതുപോലെ വോളിയം അറ്റ് STP ഓഫ് ഈച്ച് റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സും നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്തതായി ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ലിമിറ്റിംഗ് റിയേജൻറ്റിനെ കുറിച്ച് പരിചയപ്പെടുമ്പോൾ ദ റിയേജൻറ്റ് വിച്ച് ലിമിറ്റ്സ് എ റിയാക്ഷൻ ഓർ ദ റിയേജൻറ്റ് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഈസ് കോൾഡ് ലിമിറ്റിംഗ് റിയേജൻറ്റ് ഓർ ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ്. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഫുള്ളായിട്ട് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു റിയേജൻറ്റ് കാരണം ആ കെമിക്കൽ റിയാക്ഷൻ സ്റ്റോപ്പായി. അതായത് അത് കൺസ്യൂം ചെയ്ത് കാരണം അത് സ്റ്റോപ്പായി. അതിനാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളായി പറയുകയാണെങ്കിൽ 2SO2 + O2 gives 2SO3. അതായത് 2 മോൾ SO2 1 മോൾ ഓക്സിജൻ gives 2 മോൾ SO3. ഇപ്പോൾ 10 മോൾ ഓഫ് SO2 ഓക്സിജൻ എടുക്കുകയാണെങ്കിൽ അതായത് ഇത് 2:1 എന്നുള്ള റേഷ്യോയിലാണ് ഇത് കമ്പയർ ചെയ്യുന്നത്. 10 മോൾ ഓഫ് SO2 ഓക്സിജൻ എടുക്കുകയാണെങ്കിൽ 10 മോൾ SO2ന് 5 മോൾ ഓക്സിജൻ മതി. അതായത് 10 മോൾ SO2 കൺസ്യൂംഡ് ആവും, 5 മോൾ ഓക്സിജനും കൺസ്യൂംഡ് ആവും. SO2 ഇവിടെ ലിമിറ്റിംഗ് ആണ്. അതായത് 5 മോൾ ഓക്സിജന് അതിൻ്റെ ഇരട്ടി SO2 നമ്പർ മോൾസ് SO2 വേണം. അതായത് 20. ഇവിടെ 10 മോൾസ് ഓഫ് ഓക്സിജനാണ് നമുക്ക് നൽകിയിട്ടുള്ളത്.
അപ്പോൾ 10 മോൾസ് ഓക്സിജന് 20 മോൾസ് ഓഫ് SO2 ആണ്. പക്ഷേ ഇവിടെ 10 മോൾസ് ഓഫ് SO2 ഉള്ളൂ. അപ്പോൾ SO2 എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ആണ്. ഈ റിയാക്ഷന് ലിമിറ്റിംഗ് ആണ്. ഈ റിയാക്ഷനെ ലിമിറ്റ് ചെയ്ത് നിർത്തുന്നു. അതുകൊണ്ട് SO2 ആണ് ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറയും. അതുപോലെ ലിമിറ്റിംഗ് റിയേജൻ്റ് ഫുള്ളായി കൺസ്യൂം ചെയ്യും. ലിമിറ്റിംഗ് റിയേജൻ്റ് അല്ലാത്തത് ആ റിയാക്ഷനിൽ ബാക്കിയായി കിടക്കുകയും ചെയ്യും. ഇവിടെ 10 മോൾ SO2 മുഴുവനായി റിയാക്ട് ചെയ്യുമ്പോൾ 5 മോൾ ഓക്സിജൻ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ബാക്കി 5 മോൾ ഓക്സിജൻ അതിൽ അൺറിയാക്റ്റഡ് ആയിട്ട് ഉണ്ടാകുന്നതാണ്. അടുത്തതായി റിയാക്ഷൻസ് ഇൻ സൊല്യൂഷൻസ്. Solutions are homogeneous mixture containing 2 or more components. രണ്ടോ അതിൽ കൂടുതലോ കമ്പോണൻസ് ഉള്ളതിനാണ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സിനെയാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ദ കോമ്പൗണ്ട് വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ലാർജർ ക്വാണ്ടിറ്റി ഈസ് കോൾഡ് സോൾവെൻറ്റ്. ഒരു സൊല്യൂഷനിൽ കൂടുതലായിട്ടുള്ളതിനെ സോൾവെൻ്റ് എന്നും മറ്റുള്ള എല്ലാതിനെയും സൊല്യൂട്ട്സ് എന്നും പറയുന്നു. ഓർ ദ സബ്സ്റ്റൻസ് വിച്ച് ഈസ് ഡിസോൾവ്ഡ് ഈസ് കോൾഡ് സൊല്യൂട്ട്. അല്ലെങ്കിൽ ഒരു സോൾവെൻറ്റിലേക്ക് ഏതൊക്കെയാണോ ഡിസോൾവ് ചെയ്തത് അതിനെ സൊല്യൂട്ട് എന്നും, ദ സബ്സ്റ്റൻസ് ഇൻ വിച്ച് ദ സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഈസ് കോൾഡ് സോൾവെൻറ്റ്. അതായത് ഏതിലാണോ ഡിസോൾവ് ചെയ്തത് അതിനെ സോൾവെൻറ്റ് എന്ന് പറയുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു NaCl സൊല്യൂഷൻ എന്ന് പറയുന്നത് വാട്ടറാണ് സോൾവെൻറ്റ്. NaCl അതിൽ ഡിസോൾവ് ചെയ്തതാണ്, അതിൽ ലയിപ്പിച്ച് ആണ് NaCl. അതുകൊണ്ട് NaCl എന്ന് പറയുന്നത് ഇവിടെ സൊല്യൂട്ടാണ്. വാട്ടർ എന്ന് പറയുന്നത് സൊല്യൂഷൻ സോൾവെൻറ്റും സൊല്യൂട്ടും കൂടി ചേർന്നാണ് സോൾവെൻറ്റ് പ്ലസ് സൊല്യൂട്ടാണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ എ സൊല്യൂഷൻ വിച്ച് കണ്ടെയ്നിങ് ഓൺലി 2 കോമ്പൗണ്ട്സ് ആർ കോൾഡ് ബൈനറി സൊല്യൂഷൻ. അതായത് ഒറ്റ സോൾവെൻറ്റും ഒറ്റ സൊല്യൂട്ടും മാത്രം കൂടി ചേർന്നുണ്ടാകുന്നതിനെ ബൈനറി സൊല്യൂഷൻ എന്ന് പറയുന്നു. ഇപ്പോൾ സോൾവെൻറ്റ് വാട്ടർ ആണെങ്കിൽ അതിനെ അക്വസ് സൊല്യൂഷൻ എന്ന് പറയുന്നു. സൊല്യൂഷനിലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഡെഫിനിഷൻസ് ആണ് പറയുന്നത്. ഒന്നാമതായി മാസ് പേഴ്സൻറ്റ് ഓർ വെയ്റ്റ് ബൈ വെയ്റ്റ് റേഷ്യോ ഓർ മാസ് ബൈ മാസ് റേഷ്യോ. മാസ് പേഴ്സൻറ്റ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് പാർട്സ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 100 പാർട്സ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ. അതായത് മാസ് പേഴ്സൻറ്റ് ഓഫ് എ കോമ്പൗണ്ട് എന്ന് പറയുന്നത് മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ. സൊല്യൂട്ടിൻ്റെ മാസ് എത്രയാണോ അതിന് ഡിവൈഡഡ് ബൈ സൊല്യൂഷൻ്റെ മാസ്. അതായത് ഇപ്പോൾ 150 ഗ്രാം ഓഫ് എ സൊല്യൂഷൻ ഉണ്ട്, അതിൽ 50 ഗ്രാം സൊല്യൂട്ട് ആണെങ്കിൽ 50 ഡിവൈഡ് ബൈ 150 അത്രയും മാസ് പേഴ്സൻറ്റേജ് ആയിരിക്കും. മാസ് പേഴ്സൻറ്റേജിൻ്റെ മീനിങ് ഇപ്പോൾ 60% ആണ് ഒരു മാസ് പേഴ്സൻറ്റേജ് ഓഫ് എ കോമ്പണൻ്റ് എങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് 100 ഗ്രാം ആ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ 50 ഗ്രാമും 60 ഗ്രാമും, ഇവിടെ 60% ആണ് പറഞ്ഞത്, അതുകൊണ്ട് 60 ഗ്രാമും ആ കമ്പോണൻ്റ് ആയിരിക്കും. 100 ഗ്രാമിൽ 60 ഗ്രാമും ആ കമ്പോണൻ്റ്. അതാണ് മാസ് പേഴ്സൻറ്റേജിൻ്റെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അടുത്തതായി മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു കമ്പോണൻ്റെ മോൾ ഫ്രാക്ഷൻ എടുക്കുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദാറ്റ് കമ്പോണൻറ്റ്. ആ കമ്പോണൻറ്റിൻ്റെ മോൾസ് എത്രയാണോ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓൾ ദ കമ്പോണൻറ്റ്സ്. ഇപ്പോൾ ഉദാഹരണത്തിന് XA XB കൂടി ചേർന്നുള്ള ഒരു ബൈനറി സൊല്യൂഷൻ ആണെങ്കിൽ അതിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് A ആൻഡ് B, എയും ബി ആണ് സൊല്യൂട്ടും സോൾവെൻറ്റും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് A എന്ന് പറയുന്നത് Na, നമ്പർ ഓഫ് മോൾസ് ഓഫ് B എന്ന് പറയുന്നത് NB ആണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് A എന്ന് പറയുന്നത് Na ബൈ Na പ്ലസ് NB. മോൾ ഫ്രാക്ഷൻ ഓഫ് B എന്ന് പറയുന്നത് NB ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് B ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് Na പ്ലസ് NB. മോൾ ഫ്രാക്ഷൻ്റെ സം XA പ്ലസ് XB എന്ന് പറയുന്നത് ഇതിനെ എക്സ് സഫിക്സ്
എന്നുള്ള റെപ്രസെൻ്റ് വെച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എക്സ് സഫിക്സ് ബി ഏതിൻ്റെയാണോ കാണേണ്ടത് അതിൻ്റെ സഫിക്സ് ആയിട്ട് എടുത്ത് അതിനെയാണ് അങ്ങനെയാണ് മോൾ ഫ്രാക്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. മോൾ ഫ്രാക്ഷൻ സം ചെയ്താൽ 1 കിട്ടും. എക്സ് എ പ്ലസ് എക്സ് ബി ഈക്വൽ ടു 1. അടുത്തതായി മൊളാരിറ്റി. മൊളാരിറ്റി ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അതായത് 1 ലിറ്റർ സൊല്യൂഷനിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് ആ സൊല്യൂട്ട് ഉണ്ട്. ഇപ്പോൾ 1 മോളാർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 1 മോളാർ NaOH സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ആ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 1 ലിറ്റർ സൊല്യൂഷനിൽ ആ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ 1 മോൾ NaOH അതിൽ അടങ്ങിയിട്ടുണ്ടാകും. അതാണ് 1 മോളാർ NaOH എന്ന് പറയുന്നത്. ഇപ്പോൾ 2 മോളാർ NaOH എന്ന് പറയുന്നത് 1 ലിറ്റർ NaOH സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ 2 മോൾസ് NaOH ഉണ്ടാകും. അതിനാണ് മൊളാരിറ്റി എന്ന് പറയുന്നത്. അടുത്തതായി മൊളാരിറ്റി. Molality it is defined as the number of moles of the solute present per kilogram of the solvent. ഇതിൽ സൊല്യൂഷൻ അല്ല എടുക്കുന്നത്, ഇത് നമ്മൾ സോൾവൻറ്റും സൊല്യൂട്ടും സെപ്പറേറ്റ് ആയി എടുക്കുന്നു. അതായത് ബാക്കിയുള്ള എല്ലാ ഡിഫിനിഷനിലും നമ്മൾ ടോട്ടൽ നമ്പർ അല്ലെങ്കിൽ ടോട്ടൽ വോളിയം ഒക്കെയാണ് എടുത്തത്. ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂഷൻ അങ്ങനെയാണ് എടുത്തത്. പക്ഷേ ഇവിടെ മൊളാലിറ്റി എടുക്കുമ്പോൾ മാസ് ഓഫ് സോൾവൻറ്റ് ഇൻ കിലോഗ്രാം ആണ് ഡിവൈഡ് ബൈ ഉള്ള ടേമിൽ എടുക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് സോൾവൻറ്റ് ഇൻ കിലോഗ്രാം. ഇതിലെല്ലാ കോൺസെൻട്രേഷൻ ഇതൊക്കെ കോൺസെൻട്രേഷൻ ടേംസാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. മാസ് പേഴ്സൻറ്റ്, മോൾ ഫ്രാക്ഷൻ, മൊളാലിറ്റി ഇതൊക്കെ കോൺസെൻട്രേഷൻ ടേംസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. മൊളാരിറ്റി ഡിപ്പെൻസ് ഓൺ ടെമ്പറേച്ചർ. മൊളാരിറ്റി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. കാരണം അത് വോളിയം ഓഫ് സൊല്യൂഷൻ ഉണ്ട്. വോളിയം ഓഫ് സൊല്യൂഷൻ ടെമ്പറേച്ചറിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് മൊളാരിറ്റി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. മറ്റുള്ള എല്ലാം ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആണ്. മറ്റുള്ള ക്വാണ്ടിറ്റികൾ മാസ് പേഴ്സൺ, മോൾ ഫ്രാക്ഷൻ, മൊളാലിറ്റി ഇതൊന്നും ടെമ്പറേച്ചറിനനുസരിച്ച് മാറില്ല. ഇത്രയുമാണ് ബേസിക് കോൺസെപ്റ്റ്സിൽ എന്ന ചാപ്റ്റർ കെമിസ്ട്രിയുടെ +1 കെമിസ്ട്രിയിലെ 1-ാം ചാപ്റ്ററായ ബേസിക് കോൺസെപ്റ്റ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ഇത്രയും കാര്യങ്ങളാണ്. ഇതുപോലെ കെമിസ്ട്രിയിലും ഫിസിക്സിലെ മാത്സിലെ മറ്റുള്ള ചാപ്റ്റേഴ്സിലെ സ്റ്റഡി മെറ്റീരിയൽസിനും പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തും ഇതിൻ്റെയും വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. താങ്ക് യു.